കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. സുഭാഷിതം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പുലികളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. I will go before you and make the crooked places straight. I will break in pieces the gates of bronze and cut the bars of iron. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ് വായിച്ചത്. ഈ വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുവാനായി മേദ്യ പേർഷ്യൻ രാജാവായിരുന്ന കോരശിനെ ദൈവം ഉപയോഗിക്കും എന്നുള്ള പ്രവചനമാകുന്നു. ഈ വാക്യത്തിലെ പ്രവചന പ്രകാരം ബാബേലിൽ വസിച്ചിരുന്ന യഹൂദ പ്രവാസികളെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാനും അവിടെ ദേവാലയം പണിയുവാനും കോരശ് രാജാവ് അനുവദിച്ചു എന്ന് ചരിത്രം പറയുന്നു. എന്നാൽ ഈ വചനങ്ങൾ നമ്മോടെന്താണ് സംസാരിക്കുന്നത്? യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുമെന്ന്. ദുർഘടങ്ങൾ എന്നുള്ളതിന് പല വിവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വളഞ്ഞ സ്ഥലങ്ങളെന്നും പരുക്കൻ സ്ഥലങ്ങളെന്നും ഉയർന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ പർവ്വത നിരകൾ എന്നൊക്കെയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുഗമമായി നേരെ പോകുവാൻ കഴിയാത്ത അവസ്ഥകൾ. ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ സകലവും പ്രതികൂലം. മുൻപോട്ട് ചുവടുകൾ വയ്ക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവരോട് ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുൻപായി പോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ ദൈവത്തിന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് യാത്ര ചെയ്യുക. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു താമ്രവാതില്. താമ്രം ഒരു ഉറപ്പുള്ള ലോകം തന്നെയാണ്. അത് മാത്രമോ, ഇരുമ്പോടാമ്പലുകളും ഇട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം മറ്റൊന്നല്ല, വീണ്ടും ദുഷ്കരമായ യാത്ര. മുന്നോട്ട് പോകുവാൻ ഒരു നിവൃത്തിയുമില്ല. എന്നാൽ കർത്താവ് പറയുന്നത് കേൾക്കൂ, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് യാത്ര സുഗമമാക്കുമെന്ന്. വളഞ്ഞ വഴികൾ അല്ലെങ്കിൽ വക്രമായ സ്ഥലം വഞ്ചനയുടെയും ദുഷ്ടതയുടെയും ഇടമാകുന്നു. യെരമ്യാ പ്രവാചകൻ പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് എന്ന്. ഈ കപടമുള്ള വഞ്ചനയുള്ള വഷളായ ഹൃദയത്തെയാണ് നാം നേരെയാക്കേണ്ടത്. അത് നേരെയാക്കണമെങ്കിൽ മറ്റൊരു മാർഗമില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അരുളി ചെയ്ത യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വളഞ്ഞ വഴികളൊക്കെ നേരെയാകും. പർവ്വത സമാനമായ പ്രതികൂലങ്ങൾ നിരപ്പാക്കുവാൻ യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എങ്ങനെയാണ് ഈ ദുർഘടങ്ങൾ ഉണ്ടായത്? ഓരോ വ്യക്തിയും അവരവരുടെ സ്വന്തം വിശ്വാസങ്ങൾ, അനുഭവങ്ങൾ, വികാരങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി നിർമ്മിച്ച ഒരു പാതയാകുന്നു അത്. ലോകസുഖം, ജഡസുഖം, സമ്പത്ത്, അധികാരം തുടങ്ങിയ ലോകത്തിലെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പലരും ആത്മീയമായും വൈകാരികമായും വളഞ്ഞ പാതയിലൂടെ നടക്കുന്നു. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതെ, വഴിയും സത്യവും ജീവനുമായ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പാതകൾ നേരെയായിത്തീരും. ഒരിക്കൽ പത്രോസിനെ 2 ചങ്ങലയാൽ ബന്ധിച്ചിട്ട് കാരാഗ്രഹത്തിൽ 2 പടയാളിയുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ദൂതൻ അദ്ദേഹത്തെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചങ്ങല വീണുപോയി. ദൂതന്റെ പിന്നാലെ വരുവാനായി പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തികൾ 12:10 എഴുതിയിരിക്കുന്നത്, അവർ 1-ാം കാവലും 2-ാമത്തതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ
ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. താമ്രവാതിലുകളെ തുറക്കുവാൻ ശക്തനായ യേശുവിൻ്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ യേശു നമ്മോട് കൂടെയുണ്ട്. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല ദുർഘട മേടുകളും നീക്കി താമ്രവാതിലുകളെ തുറന്ന് അടിയങ്ങളോടൊപ്പം അവിടുന്ന് യാത്ര ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എല്ലാം ഞാനേകിടും മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടും മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു.